അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, പ്രിയമുള്ള ശ്രോതാക്കളെ, സീറത്തുൻ നബവിയ അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രം എന്ന പഠന പരമ്പരയിലെ മൂന്നാമത്തെ ദർസിലാണ് നാം എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. കഴിഞ്ഞ 2 ദർസുകളിലായി ചരിത്ര പഠനത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ചരിത്ര പഠനത്തിന് നാം ഇന്ന് ഉപയോഗിക്കുന്ന സ്രോതസ്സുകളെ സംബന്ധിച്ചുമാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു ചില ഷറഫുകളെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുവാനുള്ളത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലെ വളരെ ചെറിയ ഒരു അധ്യായമാണ്, സൂറത്താണ് ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലി റബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചിട്ടുള്ള മക്കയിലെ മുശ്രിക്കുകൾക്ക്, അവരെ ഖുറൈശികൾക്ക് ശക്തമായ ഒരു മറുപടിയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല നൽകുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകെ ഉണ്ടായിരുന്ന ഒരു മകൻ, ആൺകുട്ടി മരണപ്പെട്ടപ്പോൾ ബത്തറ മുഹമ്മദിൻ്റെ കുലം നശിച്ചു, മുഹമ്മദ് വാലറ്റവനായി എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹൽ അടങ്ങുന്ന ആളുകൾ പരിഹസിച്ചു. മാത്രമല്ല, അവരങ്ങേയറ്റം സന്തോഷിക്കുകയും ചെയ്തു. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ദുഃഖിതനായി. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിറക്കിക്കൊണ്ട് അവർക്ക് മറുപടി നൽകുന്നത്. ഇതിൻ്റെ സബബുൻ നുസൂൽ അഥവാ അവതരണ പശ്ചാത്തലം, അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ചരിത്ര പഠനത്തിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മുഹമ്മദ് നബിയെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് താങ്കൾ ഒരിക്കലും തന്നെ ദുഃഖിക്കേണ്ടതില്ല. കാരണം താങ്കൾക്ക് ഒരുപാട് സമസ്ത സൗഭാഗ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. മാത്രമല്ല, താങ്കൾ ഒരിക്കലും തന്നെ വാലറ്റവനല്ല, അല്ലെങ്കിൽ കുലം നശിച്ചു പോയവനല്ല, പിൻഗാമികൾ ഇല്ലാത്തവനല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ധാരാളം ഷറഫുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെയും നമുക്ക് ഇന്ന് കേൾക്കാനും വായിക്കാനും കാണാനും കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല ഉയർത്തി. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്ത് എവിടെയും ഒരാൾ ഒരു ഖുർആൻ്റെ ഒരക്ഷരം ഓതിയാൽ ആ അക്ഷരത്തിൻ്റെ ഒരു പ്രതിഫലം ആർക്ക് ചെല്ലും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തും. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ല, ആരെങ്കിലും ഖുർആനിൽ നിന്നൊരു ഹർഫ് ഓതിയാൽ ഫലഹു ഹസന, അവർക്ക് എന്തുണ്ട്? പ്രതിഫലമുണ്ട്. വൽ ഹസനതു ബി അശറ, ഒന്നിന് 10 പ്രതിഫലമുള്ളത്. അപ്പോൾ ഒരു ആയത്ത് ഓതിയാൽ, ഒരു ഹർഫ് ഓതിയാൽ 10 പ്രതിഫലമുള്ളത്. അപ്പം അലിഫ് ലാം മീം എന്ന് ഓതിയാൽ 30 കൂലിയാണ് കിട്ടുക. ഇതേ കൂലി ഒന്നുപോലും കുറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്യും? അല്ലാഹു തആല എത്തിച്ചു കൊടുക്കും. അപ്പം 30 × 1 എന്ന തോതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോ ഹർഫിനും
പ്രതിഫലം 10×1 എന്ന തോതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോ ഹർഫുകൾക്കും കൂലി ലഭിക്കുന്നു എന്നത് വലിയ ശ്രേഷ്ഠതയാണ്. അതുപോലെ തന്നെ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, എന്തിനേറെ ഇസ്ലാമിലെ ഏതൊരു കാര്യം ഒരു മുസ്ലിമായ ഒരാൾ ചെയ്തു കൂട്ടുന്ന ഒരു നന്മയുടെ പ്രതിഫലം അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തും എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്. അപ്പോൾ ഇന്നാ ഒത്തൈനാക്കൽ കൗസർ, നബിയെ താങ്കൾക്ക് നാം ധാരാളമായി നൽകി, അതിൻ്റെ കൂടെ ഹൗദുൽ കൗസർ നൽകി എന്ന ആ ഒരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ സൗഭാഗ്യമാണ്. ഇപ്പം ഒരാൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുച്ചരിക്കാതെ അയാൾ സമ്പൂർണ്ണ മുസ്ലിം ആവില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയണം. മാത്രമല്ല ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചു, ഖൈറുൽ ലക മിന ദുനിയ വമാ ഫിഹാ, ഈ ദുനിയാവും അതിലുള്ള മുഴുവൻ കിട്ടുന്നതിനേക്കാളും അയാൾക്ക് സൗഭാഗ്യമാണെന്നാണ്. അപ്പോൾ എത്രയായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദറജ, എത്രയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. മാത്രമല്ല ഇന്നി ഫറത്തുക്കും അലൽ ഹൗദി മൻ മർറ അലയ്യ ശരീബ, നിങ്ങളെല്ലാവരും എത്തുന്നതിന് മുമ്പ് തന്നെ സ്വഹാബത്തെ ഞാൻ ഹൗദുൽ കൗസറിൻ്റെ ചാരത്തെത്തുന്ന, പാലിനേക്കാൾ വെളുപ്പുള്ളതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായ ഹൗദുൽ കൗസർ എന്ന ആ ഒരു മഹത്തായ ആ ഒരു കുളം, അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് വേണ്ടി അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഒരു സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഇന്ന ഷാനിയക്ക ഹുവൽ അബ്തർ, വാലറ്റ് പോയവൻ മുഹമ്മദ് നബിയെ താങ്കളല്ല, മറിച്ച് അവരാണ്. കാരണം ഈ സംഗതി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ സത്യത്തിൽ വറഫഅനാ ലക ദിക്റക, താങ്കളുടെ സ്മരണ, പേരിനെ, ആ സ്ഥാനത്തെ നാം ഉയർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ആയത്തോതാനും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അത് ഉറക്കെ പറയാനും വളരെ കുറഞ്ഞ അനുചരന്മാരേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ അത്രേ ഉള്ളൂ, വിരലാവുന്ന ആളുകളേ ഉള്ളൂ. എന്നിട്ടാണ് ഈ ആയത്ത് അല്ലാഹു തആല അവതരിപ്പിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനോളം ഉയർത്തി എന്ന് മാത്രമല്ല ആകാശലോകത്തും ഭൂമി ലോകത്തും ഒരുപോലെ സ്മരിക്കപ്പെടുന്ന, മഹത്വവൽക്കരിക്കപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏകദേശം 2.25 കോടി മുസ്ലിമീങ്ങൾ ഒരേ സമയത്ത് ബാങ്കിലൂടെ ആ പേര് സ്മരിക്കപ്പെടുകയാണ്. ഓരോ സെക്കൻഡുകളിലും ബാങ്ക് വലികൾ മുഴങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ എത്രയെത്ര മുസ്ലിമീങ്ങളാണ് അവരുടെ നമസ്കാരങ്ങളിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ആ റസൂലിൻ്റെ കുടുംബത്തിനും വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെ അള്ളാഹുവിൻ്റെ പേര് പറയുന്നുണ്ടോ അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചേർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അതേപോലെ ബാങ്കിൻ്റെ കാര്യം, ഖബറിൽ നമ്മൾ മയ്യത്ത് വെക്കുകയാണെങ്കിലോ അവിടെയും നമ്മൾ മില്ലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മില്ലത്ത് ചൊല്ലിക്കൊണ്ടാണ് വെക്കുന്നത്. അതേപോലെ തന്നെ മഹ്ശറിലാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് തന്നെ ഒരു പ്രത്യേകമായ കസേരയിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിപ്പിടം ഒരുക്കി കൊടുക്കുന്നു അല്ലാഹു തആല. മഹ്ശറിലെ വലിയ ഷഫാഅത്തുൽ കുബ്ര, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഷഫാഅത്ത്, ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സീറയിൽ എന്ത് ചെയ്യും, വന്നുകൊണ്ടേയിരിക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഉണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞ വേറൊരു സംഭവമല്ല. അതായത് ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യ് എന്ന് അല്ലാഹു തആല എവിടെയെങ്കിലും പറഞ്ഞ് വേറുണ്ടോ? ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങളും ചെയ്യൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. ഇല്ലല്ലോ, മറ്റേ റസൂലിനെ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യൂന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഖുദൂ അന്നി മനാസികക്കും, എന്നിൽ നിങ്ങൾ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പഠിക്കൂ. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ച പോലെ നിങ്ങൾ നിസ്കരിക്കുന്ന. അല്ലാതെ അല്ലാഹു തആല ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞൊരു വിഷയം ഏതേ ഉള്ളൂ, സ്വലാത്ത്. ഇന്നല്ലാഹ വ മലായികതഹു, അല്ലാഹു അവൻ്റെ മലായികത്തുകളും യുസല്ലൂന അലൻ നബി, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് വർഷിച്ചു കൊണ്ടിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു, ഈ സത്യവിശ്വാസികളെ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങളും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുവല്ലോ. അപ്പോൾ അല്ലാഹു തആല ചെല്ലുന്നത് നിങ്ങൾ ചെല്ലൂ എന്ന് അല്ലാഹു തആല പറയണമെങ്കിൽ അത് അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവി ഉയർത്തിയിട്ടുണ്ട് എന്ന് ഈ ആയത്തിലൂടെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ പുലർച്ചയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നാളെ കാണാൻ പോകുന്നത് ഖിയാമത്ത് നാളെയും അത് കഴിഞ്ഞാലും ആകാശലോകത്ത് വെച്ചും മഹ്ശറിൽ വെച്ചും ഒക്കെ കാണാൻ പോകുന്നത് അത് തന്നെയാണ്.
അപ്പോൾ ഈ പദവി ഒരിക്കലും അത് നഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ്. ഇനി നാം പഠിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൽകപ്പെട്ട ചില നാമങ്ങളെക്കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ അവിടെയുള്ള ആ മക്കയിലെ പാരമ്പര്യമായിട്ടും അതുപോലെ ഖുർആൻ കൊണ്ടൊക്കെ പറയപ്പെട്ട നാമങ്ങളിൽ 200-ൽ പരം നാമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 200-ൽ പരം പേരുകളുണ്ട്. മുഹമ്മദ് എന്ന പേര് 4 സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഹംദ് എന്ന പദത്തിൽ നിന്നാണ് മുഹമ്മദ് എന്ന പദം ഉണ്ടായത്. ഹംദ് എന്ന പദത്തിൽ നിന്നാണ് മുഹമ്മദ് ഉണ്ടായത്. അതായത് നന്ദിയും ശുക്റും ഒരുപോലെ പറയുന്ന ഒരു സംഗതിയാണെന്ത് ഹംദ് എന്ന് പറഞ്ഞാൽ. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അതാണല്ലോ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സ്തുതിക്കുകയും അതോടൊപ്പം തന്നെ അവനെ വാഴ്ത്തുകയും ചെയ്യാണ്. സ്തുതിക്കുകയും ചെയ്യാണ്, വാഴ്ത്തുകയും ചെയ്യാണ്, അല്ലേ? നമ്മൾ സ്തുതിക്കുകയും ചെയ്യുന്നുണ്ട്, വാഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. ഇതേ റൂട്ടിൽ തന്നെയാണ് പിന്നെ വന്നിട്ടുള്ളത്. എന്ത്? ഹമദ യഹ്മിദു തഹ്മീദൻ വഹുവ മുഹമ്മദൻ. അതാണ് ഹമിദ യഹ്മിദു തഹ്മീദൻ വഹുവ മുഹമ്മദൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിരന്തരമായി വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ. ഉണ്ടോ? നിരന്തരമായി വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ എന്ന പേരാണ് മുഹമ്മദ് എന്ന പേരിൻ്റെ അർത്ഥം. സത്യമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിനെ എപ്പോഴാണ് വാഴ്ത്താതിരിക്കുന്നത്? എല്ലാ സമയങ്ങളിലും വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിരന്തരമായി വാഴ്ത്തപ്പെടുന്നവൻ എന്ന ഒരു മഹത്തായ ദറജ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സ്ഥാനത്തേക്ക് ആ ദറജ ഉയരൂല. നിരന്തരമായി വാഴ്ത്തപ്പെടുന്നവൻ ലോകത്തിൻ്റെ റബ്ബായ അള്ളാഹുവിനെ നിരന്തരം നമ്മൾ വാഴ്ത്തുന്നുണ്ട്. അതേപോലെ തന്നെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വാഴ്ത്തുന്നുണ്ട്. എന്ന് വിചാരിച്ചാൽ അല്ലാഹു തആലയും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒന്നാണോ? അല്ല. ഒരേ ദർജയാണോ? അല്ല. ഒരേ അസ്തിത്വമാണോ? അല്ല. അത് രണ്ടും 2 അസ്തിത്വമാണ്. ഒന്ന് അല്ലാഹു സുബ്ഹാനഹു തആല എന്ന റബ്ബാണ്, മറ്റൊന്ന് അബ്ദാണ്, അള്ളാഹുവിൻ്റെ അടിമയാണ്, മറ്റൊന്ന് ഉടമസ്ഥനാണ്. അപ്പം ഉടമസ്ഥനായ റബ്ബ് പോലെ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം. അത് രണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ ഷിയാക്കളും അതുപോലെ സൂഫികളും ത്വരീഖത്തുകാരും അവരുടെ എല്ലാ പഴച്ച വിശ്വാസങ്ങളും ഇന്ന് കേരളക്കരയിൽ പ്രഭാഷണം നടത്തിക്കൊണ്ടും എഴുതിക്കൊണ്ടും ഒക്കെ ചിത്രീകരിക്കുന്ന സമസ്തയിലെ മുസ്ലിയാക്കന്മാർ, അവരെ പിൻപറ്റുന്ന 10,000-കണക്കിന് അനുയായികളും ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഈ ഒരു ദർജയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാതെ എന്തിട്ടുണ്ട്? ഉയർത്തിയിട്ടുണ്ട്. ജൂത ക്രിസ്ത്യാനികൾ പിഴച്ചു പോകാനുള്ള കാരണത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അവർ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് പ്രവാചകന്മാരെ ഉയർത്തി, അല്ലേ? വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ് വഖാലത്തിൻ നസാറ അൽ മസീഹ് ഇബ്നുല്ലാഹ് ذلك قولهم بأفواههم يضاهئون قول الذين كفروا من قبل قاتلهم الله أنى يؤفكون. അള്ളാഹ് ചോദിച്ച ചോദ്യമാണ്. അള്ളാഹു ശപിക്കട്ടെ, അവരെങ്ങനെയാണ് വഴിതെറ്റിപ്പോയത്? സൂറത്തുൽ ഫാത്തിഹയിലൂടെ നിർബന്ധമായ 5 നേരത്തെ നമസ്കാരത്തിലൂടെ 17 തവണ നാം ആവർത്തിച്ച അള്ളാഹുവിനോട് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ചോദിക്കുകയാണ്. ആ ചോദിക്കുന്ന നമ്മൾ പറയുന്നു സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച ആളുകളുടെ മാർഗ്ഗമാണ്. എന്നിട്ട് 2 വിഭാഗത്തെക്കൊള്ള അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി തന്ന ആ സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്? 2 വിഭാഗത്തെക്കൊള്ള അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ്. ആരാണ് 2 വിഭാഗം? ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, അല്ലേ? അള്ളാഹുവിൻ്റെ കോപത്തിനും അതേപോലെ തന്നെ ശാപത്തിനും ഇരയായ ആളുകളിൽ നിന്ന് റബ്ബേ നീ ഞങ്ങളെ കാക്കണേ എന്നാണ്. എന്നാൽ ആ റബ്ബിൻ്റെ കോപശാപങ്ങൾക്ക് വിധേയമായ യഹൂദികളെ, നസാറാക്കളുടെ അന്ധവിശ്വാസങ്ങളെ, ആചാരങ്ങളെ, അബദ്ധങ്ങളെ ചാണിന് ചാണായും മുഴത്തിനു മുഴമായും ഉമ്മത്ത് മുസ്ലിം പിൻപറ്റുമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വഹിയിലൂടെ പ്രവചിച്ചു പോയൊരു പ്രവചനമാണ്, അല്ലേ? ലതത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലഹു ദഖലു ജുഹറ ദിബ്ബിൽ ലതബിഅതുമുഹു. മറ്റൊരു റിപ്പോർട്ടിൽ അബില്ല ദഖൽതുമുഹു. ജൂതക്രിസ്ത്യാനികളുടെ പിഴച്ച വിശ്വാസാചാരങ്ങളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും എൻ്റെ ഉമ്മത്ത് പിൻപറ്റുക തന്നെ ചെയ്യും. ഷിയാക്കൾ നമുക്കറിയാം, ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്തിത്വത്തോട് ചേർത്തി പറയുന്ന ഒരു പേരാണ് മുഹമ്മദ് നബി, അതേപോലെ തന്നെ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ, അതുപോലെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അതുപോലെ 12 ഇമാമുകൾ ആയത്തുള്ള, റൂഹുള്ള, ഖുമൈനി. എന്താ അതിൻ്റെ അർത്ഥം? ആയത്തുള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം, റൂഹുള്ള അള്ളാഹുവിൻ്റെ ആത്മാവ്, ഉണ്ടോ? ഖുമൈനിയെ പറ്റി പറഞ്ഞാണ് റൂഹുള്ള.
അലി റളിയല്ലാഹുവിനെ പറ്റിയും അങ്ങനെ തന്നെയാണ് ഇവർ പറയണത്. ലീ ഖംസത്തിൻ നുത്ഫം ബിഹാ ഹറം വബാഇൽ ഖാതിമ വൽ മുസ്തഫ വൽ മുർത്തദ വബ്നാഉമാ വൽ ഫാത്തിമ. നിങ്ങൾക്ക് എന്ത് വബാ വന്നാലും മുസീബത്ത് വന്നാലും നിങ്ങൾ നീങ്ങിക്കിട്ടാൻ ഈ 5 പഞ്ചദൈവങ്ങൾ ഉണ്ടോ, 5 ദൈവങ്ങളെയാണ് അവർ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഹൃദയത്തിൽ 5 റബ്ബുകളെയാണ് അവർ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ആരാണത്? അത് ഈ ഹംസത്തിന് ഉത്ഫം ബിഹ ഹറം വബാഇൽ ഹാത്തിമ വൽ മുസ്തഫ വൽ മുർത്തദ വബ്നാഉമാ വൽ ഫാത്തിമ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉണ്ടോ. അപ്പോൾ ഈ 5 ആളുകളെ അള്ളാഹിൻ്റെ കൂടെ വിളിക്കണമെന്ന് ഷിയാക്കൾ പറയുകയാണ്. ഷിയാക്കൾക്ക് ഈ 5 പഞ്ചദൈവങ്ങളില്ലാതെ ഒരു കാര്യം ഓൽക്ക് നടക്കൂല. എന്നാൽ ഇതേ രൂപത്തിൽ തന്നെയാണ് സമസ്തയിലെ മുസ്ലിയാക്കന്മാർ ഇന്ന് സൂഫികളുടെ കാവ്യങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇമാം ബൂസൂരി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കേരളത്തിൽ പറയുന്ന ബുർദ അൽ ബൂസൂരി അല്ലേ, ബുർദത്തുൽ ബൂസൂരി ഇമാം ബൂസൂരിയുടെ കവിതാരചനങ്ങളാണ്. ആ ബൂസൂരിയുടെ ബുർദയിൽ പറയുന്ന വാക്കെന്താ? ഫീ നബീമി ഫഹകും ബിമാ ശിഅ്തമദ് ഹം ഫീഹി ഫഹ്തകിമീ. നസാറാക്കൾ അവരെ നബിനെ മദ്ഹ് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാൻ്റെ മോനാണ് നബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പറയണ്ട. അതിന് വിട്ട പ്രശംസ നിങ്ങൾ പറഞ്ഞ് അള്ളാൻ്റെ മോനാണ് മുഹമ്മദ് നബി എന്ന് പറയണ്ട. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്ത്, നബിനെന്തിനാ ബൂസൂരി ഇമാമിൻ്റെ ബുർദയെ നമ്മൾ വിമർശിക്കുന്നത്? ഇത് പാടുന്ന മൗലിയന്മാർ എന്തിനാണ് നമ്മൾ എതിർക്കുന്നത്? നല്ല ഉപദേശമല്ലേ? അല്ല, അത് പറഞ്ഞിട്ട് അതിൻ്റെ താഴത്ത് പിന്നെ പറയുന്നത് എന്താണോ, അതിനേക്കാൾ അപ്പുറം പറഞ്ഞോളി. ഒരാളെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ 2 സ്റ്റെപ്പ് ബാക്ക് വെക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഓൻ പിന്തിരിഞ്ഞു പോകുകയല്ല, ഓൻ ഒന്നും കൂടി ഊക്കിലടിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്ക് വെക്കുന്നത്. ഇതേ പണിയാണ് ഇവിടെ ചെയ്യുന്നത്. ആദ്യം പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ നസാറാക്കൾ പറഞ്ഞ് പേച്ചതുപോലെ നിങ്ങൾ പറഞ്ഞു പേക്കരുത്. എന്നിട്ട് പിന്നെ പറഞ്ഞു കൊടുക്കണം എന്താണോ, ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. ഈ ആകാശഭൂമികൾ മുഴുവനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. ആകാശഭൂമികൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. ബൂസൂരി പറയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. മാത്രമല്ല ആ ആകാശഭൂമികളിലുള്ള അള്ളാഹു തആല രേഖപ്പെടുത്തിയ അവൻ്റെ ലൗഹുൽ മഹ്ഫൂദ് എന്ന ഇൽമുണ്ടല്ലോ, ആ ഇൽമ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിവിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ എവിടെ എത്തി? അള്ളാഹിൻ്റെ മോനെന്നല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് എത്തി. ഇതാണ് അതിരുവിട്ട പ്രശംസയിലൂടെ പഴച്ചു പോകുക എന്ന് പറഞ്ഞത്. ഇത് സീറത്ത് നബി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമുക്കറിയാം മഹമൂദ് മാലാർ ഒരു മാലുണ്ട് നമ്മുടെ നാട്ടിൽ. അതിലെന്താ പറയുന്നത്? മീമറ്റ അഹ്മദും ഞാനെന്ന് ചൊന്നോവർ വീണ്ടും ആയിനറ്റ അറബി ഞാനെന്നോവർ. മീമറ്റ അഹമ്മദ്, അഹമ്മദിൽ നിന്ന് മീമ് പോയ അഹദാണ് ഞാൻ, അറബിയിൽ നിന്ന് അയിന് പോയ റബ്ബാണ് ഞാൻ. ഉണ്ടോ? അപ്പം അയിന് ഒഴിവാക്കിയ എന്തായി? റബ്ബിനായി. മീമ് ഒഴിവാക്കിയ എന്തായി? അഹദിനായി. അപ്പോൾ കുൽ ഹു അല്ലാഹു അഹദ്, പറയൂ അള്ളാഹു അവൻ ഏകനാണ്. ഈ സിഫത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര അപകടകരമായ വിശ്വാസങ്ങളാണ്. നമുക്കറിയാം ത്വരീഖത്തിൻ്റെ വേലിയേറ്റം ഈ കേരളക്കരയിൽ വ്യാപകമായ കാലഘട്ടത്തിൽ സമസ്തക്കാർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തുകാരാണെന്ന് പറയുകയും ഷാഫി മദ്ഹബുകാരാണെന്ന് പറയുകയും ചെയ്തു എന്നല്ലാതെ അവർ കല്ലും നെല്ലും വേർതിരിച്ചു കൊടുത്തോ? ത്വരീഖത്തുകാരിൽ പെടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇല്ല, സമസ്ത 926 വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട് പിന്നീട് സമസ്തയുടെ വാർഷിക സമ്മേളനത്തിൽ ഫറൂഖിൽ വെച്ചുകൊണ്ട് ഇവർ പാസ്സാക്കിയ പ്രമേയത്തിൽ എന്താ ഉള്ളത്? നക്ഷബന്ദിയ, ഖാദിരിയ, ജിസ്തിയ, സുഹ്റവർദിയ പോലെയുള്ള ത്വരീഖത്തുകളിൽ അംഗങ്ങളാകണമെന്നാണ്. ഒക്കെ സമസ്ത അംഗീകരിക്കുന്ന ത്വരീഖത്താണ്. എന്താണ് ഈ നക്ഷബന്ദിയ, സുഹ്റവർദിയ, അതുപോലെ ഖാദിരിയ, ജിസ്തിയ എന്ന് പറഞ്ഞ ത്വരീഖത്തുകാരൊക്കെ വിശ്വാസം? ത്വരീഖത്തുകാരുടെ വിശ്വാസം എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അള്ളയാണെന്നാണ്. അമ്പിയാക്കൾ ഔലിയാക്കൾ അള്ളയാണ്. ഇത് ഞാൻ വെറുതെ പറയില്ല. ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്നൊരു പുസ്തകം കേരളക്കരയിലേക്ക് പരിചയപ്പെടുത്തിയ വഹദത്തുൽ വുജൂദ് എന്ന് പറയുന്ന അദ്വൈത സിദ്ധാന്തമുണ്ടല്ലോ. 2 സൃഷ്ടി സൃഷ്ടാവുന്നില്ല, എല്ലാം സൃഷ്ടാവിൽ നിന്നാണ്. തൂണിലും പൂവിലും പൊരുളിലും എല്ലാം എന്തിരിക്കുന്നു? അള്ള ഇരിക്കുന്നു എന്ന് ശങ്കരാചാര്യർ പറഞ്ഞ ആ അദ്വൈത സിദ്ധാന്തം ഉണ്ടല്ലോ അല്ലേ? ആ അദ്വൈത സിദ്ധാന്തം തന്നെയാണ് ഇസ്ലാമിൻ്റെ കുപ്പായിട്ട് കൊടുത്ത സൂഫി സിദ്ധാന്തം. ഒരു സംശയമില്ല. അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നാണ്. എല്ലാം ദൈവത്തിൻ്റെ, അതായത് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലതും അള്ളാഹുവിൻ്റെ അസ്തിത്വമാണെന്നാണ്.
അതിൽ ഇൻസാനുൽ കാമിൽ സമ്പൂർണ്ണ മനുഷ്യൻ എന്ന് പറഞ്ഞ അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഒരിക്കലും അള്ളാഹുവിനെ പോലെയുള്ള സത്തയാണ് പരിചയപ്പെടുത്തിയിട്ടില്ല. സ്വഹാബത്ത് ഒരിക്കലും അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. അഹ്ലു സുന്നത്ത് ജമാഅത്ത് എവിടെയും അത് അഖീദയെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുമെന്ത്, എന്താണ്? അല്ലാഹു ഇൻസാനിൽ കാമിലായി വെളിവായി എല്ലാമ ഇൻസാനിൽ ആടും ദഹൂറായി ആദി എന്താണ്? ആദം മുതൽ ആദി ഒളിവായി അത് താൻ വെളിവായി അത് പിന്നെ ആദമായി വന്ന് ദുഹൂറായി അംബിയ ഔലിയ ആയി വന്ന് അവസാനം മക്കത്ത് അതുതന്നെ വന്ന് ഉണ്ടോ? ആദി ഒളിവായി, ആദ്യം അവൽ അള്ളാഹു, ആ അള്ളാഹു എന്തായി? വെളിവായി. അള്ളാഹു പ്രകാശമായി, ആ പ്രകാശം പിന്നെ എന്തായി? വെളിവായി. എന്നിട്ട് വെളിവായിട്ട് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനായി ഭൂമിയിലേക്ക് വന്നു എന്നാ അല്ലേ. പിന്നെ അമ്പിയാക്കൾ ഔലിയാക്കളായി ഭൂമിയിലേക്ക് വന്നതൊക്കെ ആരാണ്? അള്ളാഹ് തന്നെയാണ്. അവസാനം മക്കത്ത് അതുതന്നെ വന്നു, ആ അള്ളാഹ് തന്നെയാണ് മക്കത്തും വന്നത്. അതാരാ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പേരും പറഞ്ഞ് ഈ വെള്ള തലകെട്ടുകാർ ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന വിശ്വാസം എന്താണ് വിശ്വാസം? പാരമ്പര്യമായ മുസ്ലിം സമുദായത്തിൽ ജനിച്ചു എന്ന ഒരു ക്വാളിറ്റി അല്ലാതെ ശരിക്ക് ഇത് മര്യാദക്ക് ഓതിയിട്ട് ഇത് വിശ്വസിച്ച് ഇതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിയാരാണെങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ അയാളുടെ ഇഖ്ലാസ് അനുസരിച്ച് എന്ത് ചെയ്യണം? അയാൾ തൗഹീദിലേക്ക് വരുമ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നിർബന്ധമല്ല, ഇസ്ലാമിൽ അങ്ങനെ നിർബന്ധമല്ല. എന്നാൽ ഒരു അന്യമതത്തിൽ നിന്ന് ഒരാൾ വരുമ്പോൾ എന്ത് വേണം? ഷഹാദത്തിൽ ചെല്ലണം. പക്ഷേ ഒരു സമസ്തക്കാരനോ ഒരു തബ്ലീഗ് ജമാഅത്തുകാരനോ ഒരു സൂഫിസക്കാരനോ ഒരു തരീഖത്തുകാരനോ തൗഹീദിലേക്ക് വന്നാൽ, യഥാർത്ഥ അഹ്ലു സുന്നത്തിലേക്ക് എല്ലാ അന്ധവിശ്വാസം മാറ്റി വന്നാൽ പോയിട്ട് ഷഹാദത്തിൽ ചെല്ലി പാടാന്ന് പറയുന്ന സിസ്റ്റം ഇല്ല. ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്? മൻ സല്ലാ സ്വലാത്തന വസ്തഖ്ബല ഖിബ്ലതന വഅകല ദബീഹതന വലഹു മിന്ന. ഉണ്ടോ? മൻ സല്ലാ സ്വലാത്തന, നമ്മുടെ നമസ്കാരം ആര് നിസ്കരിക്കുന്നുവോ, വസ്തഖ്ബല ഖിബ്ലതന, നാം തിരിയുന്ന ഖിബ്ലയിലേക്ക് ആര് തിരിയുന്നുവോ, ഫഅഖല ദബീഹതന, നാം അടുത്തത് ആര് തിന്നുന്നുവോ, വലഹു മിന്ന, അവർ നമ്മിൽപ്പെട്ടവരാണ്. അപ്പോൾ ഇത് ഇന്ന് മുസ്ലിം സൊസൈറ്റിയിൽ എല്ലാവരും അംഗീകരിക്കാൻ കാര്യമാണ്. എന്നാൽ ഷിയാക്കൾ വേറെയാണ്. ഷിയാക്കൾ ഒരിക്കലും സുന്നികളല്ല. ലോകത്ത് രണ്ട് വിഭാഗമാണ് ഇസ്ലാമിലുള്ളത്. ഒന്ന് ഷിയ, മറ്റൊന്ന് സുന്നി. ഷിയ എന്നത് പൂർണ്ണമായും മുർത്തദ്ദുകളാണ്, ഖാദിയാനികളെപ്പോലെ. അതേപോലെ തന്നെ ഈ പറഞ്ഞ പിഴച്ചു പോകുന്ന മുർജിയാക്കളെപ്പോലെ, ഖവാരിജികളെപ്പോലെ അങ്ങനെ പയച്ചൊരു വിഭാഗം തന്നെയാണ് ഷിയലി. ഷിയത്ത് അലി എന്നും പറഞ്ഞ് അലി അള്ളാഹിൻ്റെ പേരിൽ തുടങ്ങിയ ആൾക്കാരാണ്. അത് പിന്നീട് യഥാർത്ഥത്തിൽ എന്തായി? അള്ളാഹുവിനെ തന്നെ, അലിയെ തന്നെ അള്ളാഹു താലയാക്കുന്ന വിശ്വാസത്തിലേക്ക് അവർ പയച്ചുപോയി. അതിൻ്റെ വാലാട്ടികളാണ് ഇന്ന് സമസ്ത കേരള എന്ന് പറയുന്ന ജമിയത്തുൽ ഉലമ എന്നും പറഞ്ഞ് ഇവിടെ പ്രവർത്തിക്കുന്ന സമസ്തയിലെ എല്ലാ വിഭാഗങ്ങളും എന്ന് നമ്മൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫുകൾ നാം പറയുമ്പോൾ ഒരിക്കലും അതിര് വിടാൻ പാടില്ല. ഇപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അൻസാരി സ്വഹാബിയുടെ ഒരു കല്യാണ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെല്ലുമ്പോൾ കുറേ കുട്ടികൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൈകൊട്ടി പാട്ട് പാടുന്നുണ്ട്. ഇപ്പോൾ കല്യാണ വീട്ടിൽ പാട്ട് പാടുന്നുണ്ടല്ലോ. ആ പാട്ട് സംഗീത ഉപകരണങ്ങളില്ലാത്ത, തോന്നിയാസങ്ങളില്ലാത്ത നല്ല ഒരു സന്തോഷം അത് അനുവദിച്ചിട്ടുണ്ട് പെൺകുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക്, പ്രായപൂർത്തിയായ പെൺകുട്ടികളല്ല. നല്ല മാറും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ അങ്കലാവണ്യങ്ങളും കുലുക്കിയിട്ട് പാട്ട് പാടുന്ന ഒപ്പലയും കോൽക്കളിയും ഒന്നല്ല ഇവിടെ പറഞ്ഞത്. ചെറിയ മക്കൾക്ക് ഒരു പരിധിവരെ ആഹ്ലാദിക്കാനുള്ള അവസരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വഹാബികളുടെ മക്കൾ ബദറിൽ പങ്കെടുത്ത ഷഹീദായവരുടെയും അല്ലാത്തവരുടെയും ഒക്കെ ഈ ബദർ പാട്ട് പോലെ അങ്ങനെ പാടി പറയുന്നുണ്ട് ഉള്ള ചരിത്രങ്ങൾ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികൾ കണ്ടപ്പോൾ പാട്ട് അവർ മാറ്റിപ്പാടി. എന്താ പാടിയത്? വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബിയുണ്ട്, ആ നബിക്ക് നാളെയുടെ കാര്യങ്ങൾ നിരുപാധികം അറിയാമെന്ന അർത്ഥത്തിൽ പാടി. അള്ളാഹ് അറിയിച്ചു കൊടുക്കാതെ അറിയോ? ഇല്ല. നമുക്കറിയാം അബസീനിയയിൽ നജാഷി രാജാവ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? ഇവിടെ വെച്ച് നിസ്കരിക്കുകയാണ്. അത് ഫോണിലൂടെയോ നെറ്റിലൂടെയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞിട്ടോ ഒന്നല്ലല്ലോ മരണവാർത്ത അറിഞ്ഞത്. എങ്ങനെ അറിഞ്ഞത്? എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലിരുന്ന് പറയാണ്. എന്നാൽ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മദീന പള്ളി അടിച്ചു വായിരുന്ന ഒരു സ്വഹാബ വനിത മരണപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാതെ അവരെന്ത് ചെയ്തു?
മരണവ് ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ദിവസം കാണാതായപ്പോൾ ചോദിച്ചു, അല്ല നമ്മുടെ ആ സഹോദരി എവിടെ? പറഞ്ഞു മരണപ്പെട്ടു പോയി നബി. ദുല്ലൂനി അലാ ഖബരിഹ, അവരെ ഖബർ എനിക്കൊന്ന് കാണിച്ചു തരൂ. കണ്ടോ? അപ്പോൾ തൊട്ടടുത്ത് നടന്ന ഈ സംഭവം വഹിയില്ലാത്തതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞില്ല. എന്നാൽ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നജാഷി രാജാവ് മരണപ്പെട്ട വിവരം വഹിയിലൂടെ ഇവിടെ പറഞ്ഞു ചെയ്തു അല്ലേ? ഇപ്പോൾ അതേപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകൾക്കും മനുഷ്യർക്കും വേണ്ടിയുള്ള പ്രവാചകനാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പോയ സംഭവങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് അവർ വന്ന് കേട്ടുപോയ സംഭവങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കൂടെ സ്വഹാബി യാത്ര ചെയ്ത സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കണ്ട അത്ഭുതങ്ങൾ വിശദീകരിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജിന്ന് ലോകത്തിനും റസൂലായതുകൊണ്ട് അവരുമായിട്ടും എന്തുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബന്ധമുണ്ട്. എന്നാൽ അതേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു പറ്റം ജിന്നുകൾ മുസ്ലിമായി എന്ന വിവരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹ് അറിയിച്ചു കൊടുക്കാതെ അറിയാൻ പറ്റുമോ? ഖുർആൻ പറഞ്ഞല്ലോ, ഒരു സംഘം താങ്കളുടെ ഖുർആൻ കേട്ടുകൊണ്ട് അവർ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞ വിഷയം അള്ളാഹു തആല ആയത്തിറക്കുമ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഒരു സംഘം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ വഹിയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ആലമുൽ ഗൈബിലുള്ള ഈ വിഷയങ്ങൾ പറയണമെങ്കിൽ വഹി വേണം. ആലമു ഷഹാദയിൽ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയ വ്യവസ്ഥക്കുള്ള കാര്യങ്ങൾ അത് നമുക്ക് മണത്തറിഞ്ഞിട്ടും നോക്കിയിട്ടും തൊട്ടിട്ടും സ്പർശിച്ചിട്ടും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ നിരീക്ഷണ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. കാലാവസ്ഥ നിരീക്ഷണം വരെ അങ്ങനെ പറയുന്നവരുണ്ട്. അതെല്ലാം മേഘത്തിൻ്റെ കട്ടിയും അതുപോലെ തന്നെ അതിൻ്റെ കാറ്റും ഒക്കെ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ ടെലസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് കാണുകയാണ്. എന്നാൽ ആലമുൽ ഗൈബിലുള്ള വിവരം വഹിയല്ലാതെ ഒരിക്കലും അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ സമസ്തക്കാർ ഷിർക്കിന് വേണ്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ മഹാത്മാക്കളായ അർവാഹുകളെ വിളിച്ച് സഹായം തേടുന്ന ഇസ്തിഗാസക്ക് വേണ്ടി എന്തൊക്കെ ന്യായീകരണങ്ങളാണോ കാണുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന് പറയുന്ന രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനം PN അബ്ദുൽ ലത്തീഫ് മദനിയുടെയും TK അഷ്റഫിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഫൈസൽ മുസ്ലിയാരും അബൂബക്കർ സലഫിയും അതുപോലെ തന്നെ അബ്ദുൽ ജബ്ബാറിനെ പോലെ ഹുസൈൻ സലഫിയെ പോലുള്ള ആൾക്കാരൊക്കെ നയിക്കുന്ന പ്രസ്ഥാനം ഉണ്ടല്ലോ, ആ പ്രസ്ഥാനവും ഇതുപോലെ തന്നെയാണ് വിശ്വാസരംഗത്ത് അബദ്ധമായ വിശ്വാസമാണ് സംഭവിച്ചിട്ടുള്ളത്. പഞ്ചേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് അപ്പുറത്തുള്ള കാര്യകാരണ ബന്ധങ്ങൾക്ക് മനുഷ്യനെ തൊട്ട് തികച്ചും അപ്പുറത്താണ്. അവർ നമ്മളെ കാര്യകാരണത്തിന് അപ്പുറത്താണ്. എന്നാൽ ഈ പ്രപഞ്ച വ്യവസ്ഥയിൽ എന്താണ്? അവർ ഭൗതികമാണ്. അവരുടെ വ്യവസ്ഥയിൽ അവർ ഭൗതികമാണ്. മലക്കും ജിന്നും ആത്മാവും സ്വർഗവും നരകവും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. പ്രാപഞ്ചിക പ്രതിഭാസത്തിനപ്പുറത്തുള്ള പ്രപഞ്ചാതീതനായവൻ അള്ളാഹു മാത്രമാണ്. ബാക്കിയൊക്കെ പ്രപഞ്ചത്തിനുള്ളിലാണ്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് എന്താണ് ഈ പറഞ്ഞത്? തികച്ചും കാര്യകാരണത്തിന് അപ്പുറത്താണ്. അതുകൊണ്ട് അഭൗതികമാണ്. അത് ഇൽമുൽ ഗൈബാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്ന് ഖുർആൻ പറഞ്ഞത്. ഗൈബ് ഏതാ? അത് ഈ ഗൈബാണ്. ഈ ഗൈബിനെ പറ്റി നമുക്ക് പരീക്ഷണവും പഠനം നടത്താൻ സ്വതന്ത്ര അഭിപ്രായം ഉണ്ടോ? ഇല്ല. സ്വന്തം സൗകര്യമുണ്ടോ? ഇല്ല. അവകാശമുണ്ടോ? ഇല്ല. അത് വഹിയിലൂടെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ആ വഹിയിലൂടെ അറിയുന്നേണ്ട ആ ഇൽമിനെ ഗവേഷണം നടത്തി അവസാനം ഹദീസിൽ വന്ന പദപ്രയോഗങ്ങളൊക്കെ ഇവരെ പിഴച്ച വാദത്തിന് തെളിവാക്കി. ഇപ്പോൾ രാവിലെ നിങ്ങൾ പിന്നെ എഴുന്നേറ്റ് നിങ്ങൾ ഒതുവെടുക്കുന്ന സമയത്ത് മൂക്കിലേക്ക് വെള്ളം കയറ്റി എന്ത് ചെയ്യണം? നിങ്ങൾ ചീറ്റണം എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി വിശദീകരിച്ചെടുത്ത് ഹദീസിൽ കാണാം എന്താണ്? നിങ്ങളുടെ തരിമൂക്കിൽ പിശാച് രാപ്പാർക്കുമെന്ന് ഹദീസിലുണ്ട്. അതിനെ ഒരു കൂട്ടർ നിഷേധിച്ചിട്ട് പറഞ്ഞു, ശൈത്താൻ മൂക്കിൽ താമസിക്കുക, അതൊക്കെ മൂക്ക് പറ്റും പൊടിയാണ്, അതുകൊണ്ട് മൂക്ക് കൈകണം എന്നാണ് റസൂലുള്ള പറഞ്ഞത്. അതാണ് നിഷേധം. നമ്മുടെ നാട്ടിൽ മർക്കസ് ദാവക്കാർ. വേറൊരു കൂട്ടർ എന്ത് ചെയ്തു? ഇതിനാണ് പഠിച്ച് മൂക്കിൽ കയറും, അത് രക്തത്തിൽ കയറും, ശരീരത്തിൽ കയറും, അതേപോലെ തന്നെ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, എല്ലാം ഹദീസിലുണ്ട്. ഹദീസിൽ വന്നത് എന്തെല്ലാം അതൊക്കെ വിശ്വസിക്കണം. പക്ഷേ ആ വിശ്വാസത്തിന് നമ്മുടെ വകയായ ഗവേഷണം നടത്തിയിട്ട് അതിന് നമ്മളായിട്ട് ചില സൊല്യൂഷനും കാണാൻ പാടില്ല. അതുകൊണ്ടാണെന്ന് പറഞ്ഞത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലാതെ ഒരാളുടെ ശരീരത്തിൽ സിഹർ ബാധിച്ചിട്ടുണ്ടോ, കണ്ണേറ് ബാധിച്ചിട്ടുണ്ടോ, ശൈത്താൻ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേറെ ഒരാൾക്കും ഒരു മാർഗ്ഗവുമില്ല. ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ അള്ളാഹുവിൻ്റെ റസൂലിന് മാത്രമേ കഴിയുള്ളൂ. മറ്റവർക്കൊക്കെ ഊഹം മാത്രമാണ്. ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കാര്യം നമുക്ക് ക്ലിയറാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അതുകൊണ്ട് ഒരാളെ കണ്ടിട്ട് നിങ്ങൾക്ക് കണ്ണേറ ബാധിച്ച് നിങ്ങൾ വന്നിരിക്കി, ഞങ്ങൾക്ക് കണ്ണേറ് റുഖിയ നടത്തി തരാമെന്ന് പറഞ്ഞാണ്ട് നമുക്ക് ആയാത്തിൽ അയിനും ആയാത്ത് സീറൊക്കെ ഓതിയാണ്ട് എന്നിട്ട് ഓല എന്തെങ്കിലും അറിയാതെ ഒന്ന് കുലുങ്ങി അങ്ങനെ ഇളകിയ ബുകിയൊക്കെ ചെയ്താണ്ടോ ഷെയ്ത്താനാണ്. അതാ ഓഹർജ് അത് വല്ല 2 കൊട്ട് 4 ചവിട്ടൊക്കെ ചവിട്ടിയാൽ ഇറങ്ങിപ്പോയി. നമ്മൾ തീരുമാനമാക്കി. അങ്ങനെ ശൈത്താൻ ഇറങ്ങിപ്പോണത് കാണുക. എന്താ? അടയാളം കൊണ്ടാണ് ബോധ്യപ്പെടുത്താൻ. ഇതന്നല്ലേ ഏർവാടിയിൽ നടക്കുന്നത്, ഇതന്നല്ലേ കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രങ്ങൾ നടക്കുന്നത്, ഇതന്നല്ലേ മെലഡി സെൻ്ററുകൾ നടക്കുന്നത്, ഇതന്നല്ലേ പണിക്കരടുത്തും ജോത്സ്യൻ്റെ അടുത്തും നടക്കുന്നത്.
അവിടെ ഇളകണ്, അവിടെയും സംസാരിക്കണ്, അവിടെയും ബാധ ഒഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതൊക്കെ മനുഷ്യനെ യഥാർത്ഥത്തിൽ വഞ്ചിക്കുന്നതിന് വേണ്ടി പിശാച് കളിക്കുന്ന ചില ദുർബോധന കളികളാണ് എന്ന് വിചാരിച്ചാണ്ട് ശരീരത്തിൽ പിശാച് പ്രവേശിക്കൂല, അത് അതേപോലെ തന്നെ സിഹർ ബാധിക്കൂല, അതിന് ഹക്കീക്കത്ത് തസീറില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഅ്തസിലിയാക്കളെ പോലെ അഖലാനികളെ പോലെ നമ്മളൊരിക്കലും നിഷേധിക്കാനും പാടില്ല, ഗവേഷണം നടത്തി പൊരുത്തപ്പെടാനും പാടില്ല, മധ്യത്തിൽ നിൽക്കണം. അതാണ് കേരളത്തിൽ മുജാഹിദീൻ എന്ന ഇന്നത്തെ ഇസ്ലാമിക പ്രസ്ഥാനം. ആ പാരമ്പര്യ തറവാട്ടിൽ നിന്നാണ് എല്ലാവരും ഗവേഷണവും നിഷേധമായിട്ട് ഇറങ്ങിപ്പോയത് അല്ലേ. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, പിന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഓതിക്കാണ്ടാണ് അള്ളാഹുവിന് മാത്രമാണ് അനുസരണം വേണ്ടത് എന്നും പറഞ്ഞിട്ട് പോലും എന്ത് ചെയ്ത് ഗവൺമെൻറ് അനുസരിക്കൽ ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരിറങ്ങിപ്പോയി. ഇത്താഅത്തും വിഭാഗത്തും കൂട്ടിക്കുവച്ചില്ലേ, അവർക്ക് സംഭവിച്ചത് തന്നെയാണ്. അതേപോലെ തന്നെ ചേകന്നൂർ മൗലവി ഇതിൽ നിന്ന് സമ്പാദം അതുപോലെ തൗഹീദിന് വേണ്ടിയൊക്കെ പ്രയത്നിച്ച് അനവധി പ്രഭാഷണം നടത്തിയ വ്യക്തിയാണ്. പക്ഷെ അവസാനം എന്തായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് എന്ന വഹിയില്ല, ഖുർആൻ മാത്രമേ വഹിയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? ഇറങ്ങിപ്പോയി. CN പോയത് എവിടുന്ന? മുഅ്ജിസത്തുകൾ നിഷേധിച്ചുകൊണ്ടാണ് CN പോയത്. അത് കഴിഞ്ഞിട്ട് ഹദീസുകളെ സ്വഹീൽ ബുഖാരിയിലായാലും ശരി മുസ്ലിമിലായാലും ശരി ബുദ്ധിക്ക് അനുയോജ്യമല്ല, അതേപോലെ തന്നെ മക്കാ മുശ്രിക്കുകളുടെ വാദങ്ങളൊക്കെ നമ്മളെ അനുസരിക്കലാവും, റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ചു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ് പല ഹദീസുകളെയും തള്ളി മർക്കസ് ദഅവക്കാരും പോയി. അങ്ങനെ ഈ തറവാട്ടിൽ നിന്ന് 2012 ജിന്നുകളോടുള്ള സഹായത്തേട്ടം അത് ഏതവസ്ഥയിലും പൂർണ്ണമായും മനുഷ്യനെ തൊട്ട് അത് ശിർക്കാണ്. മനുഷ്യനെ സംബന്ധിച്ചോളം അദൃശ്യം അഭൗതികമായ ഒരു സൃഷ്ടികളാണ്. അതുകൊണ്ട് അവരുമായിട്ടുള്ള സഹായത്തേട്ടം അതൊരിക്കലും അനുവദനീയമല്ല എന്ന് മാത്രമല്ല അത് മുത്തലക്കൻ ശിർക്കാണ് എന്ന് വ്യക്തമായി നമ്മൾ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അല്ല, അനുവദനീയമായത് ഉണ്ട്, അനുവദനീയാകാത്തതുണ്ട് എന്ന് കുറേ കാലം പറഞ്ഞു. ചിലത് ജായിസ എന്ന് പറഞ്ഞോളുണ്ട്, ഇപ്പോഴും പറഞ്ഞോളുണ്ട്. അതേപോലെ തന്നെ മുസ്ലിമായ ജിന്നാണെന്നുണ്ടെങ്കിൽ അത് വേറെ ഹുക്കുമാണ്, കാഫിറായ ശൈത്താനാണെങ്കിൽ വേറെ ഹുക്കുമാണ് എന്ന് പറഞ്ഞിട്ട് ശിർക്കാണ് പൂർണ്ണമായിട്ട് എന്ന് പറയാൻ പറ്റാതെ വാദിച്ചു. ഈ പ്രസ്ഥാനത്തിൽ ഒരുപാട് മുവഹിദീങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കി. അതുപോലെ രോഗശമന പ്രാർത്ഥന എന്ന് പറയുന്ന ഇസ്ലാമിലെ മന്ത്രം അത് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അത് സ്വയം ചെയ്യലും തടവലും ഊതലും ഒക്കെ ഇസ്ലാമിലുള്ളതാണ്. പക്ഷേ അത് എന്തല്ല, ഒരു ചികിത്സാ രീതിയല്ല. അതുകൊണ്ട് തന്നെ ജിന്ന് ബാധിച്ചിട്ടുണ്ട്, ശൈത്താൻ ബാധിച്ചിട്ടുണ്ട്, സിഹർ ബാധിച്ചിട്ടുണ്ട്, ആരപ്പത് ഇറക്കി തരിക എന്നും പറഞ്ഞ് സാഹചര്യങ്ങാടി, അതേമാതിരി ഹുസൈൻ മന്നാനി, ഡോക്ടർ സുബൈർ, അതേമാതിരി തന്നെ യാസർ മദനി പകര മറ്റോലുണ്ട് ബലുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടടക്കുക, ഇതായിരുന്നു വിശ്വത്തിൻ്റെ പരിപാടി. അതിലംഗമായിരുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. ഞാൻ ഏറ്റവും കൂടുതൽ അതിൽ ഇവർ പഠിപ്പിച്ചെന്ന അബദ്ധവിശ്വാസങ്ങൾ അത് അത് സത്യമാണെന്ന് വിശ്വസിക്കുകയും അതിലൂടെ ഗവേഷണം നടത്തി മുന്നോട്ട് പോവുകയും അവസാന വർഷങ്ങളോളം ഇവരുടെ തന്നെ പല ജില്ലാ മണ്ഡലം സ്റ്റേറ്റ് നേതാക്കന്മാരുടെ വീടുകളിൽ പ്രവർത്തകരുടെ വീടുകളിൽ പോയി ചികിത്സിക്കുകയും എൻ്റെ വീട്ടിലേക്ക് വർഷങ്ങളോളം അത്തരക്കാരായ ആളുകൾ ഫാമിലി സഹിതം വന്നു പോവുകയും അവസാനം ഈ ഇരിക്കുന്ന പള്ളി പോലും വർഷങ്ങൾ ജിന്ന് ചികിത്സാ കേന്ദ്രമായി മാറിയിരുന്നു. എന്നാൽ വിശ്വത്തിൻ്റെ ഈ അന്ധവിശ്വാസങ്ങളും അബദ്ധങ്ങളും എല്ലാ നിലക്കുമുള്ള ഈ അഖീദ പഴവുകളും മനസ്സിലാക്കി അൽഹംദുലില്ലാഹ് തിരിച്ച് കേരള ജമിഅത്തുൽ ഉലമയുടെ തീരുമാനം മനസ്സിലാക്കി കേരളത്തിൽ മുജാഹിദ് എന്ന പ്രസ്ഥാനത്തിലേക്ക് മടങ്ങാനും ഈ വക എല്ലാ പഴച്ച മന്ത്രവാദ പരിപാടികളൊക്കെ നിർത്താനും അൽഹംദുലില്ലാഹ് എനിക്ക് തൗഫീക്ക് കിട്ടി. ഞാൻ ആ വിഷയം ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. അപ്പോഴാണ് ഈ കുളിമുറിയിൽ ഇവർ പൂർണ്ണമായി നഗ്നരായിരുന്നു എന്നും ഇവരുടെ എല്ലാ അരമന രഹസ്യവും അങ്ങാടിപ്പാട്ടായപ്പോൾ അവർക്കുണ്ടായ നാണക്കേടിൽ നിന്ന് ഇപ്പോഴും അവർക്ക് എഴുന്നേറ്റ് വരാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല ഞാൻ ഈ തെളിവുകൾ വളരെ രേഖാമൂലം വളരെ ധൈര്യസമേതം വളരെ റബ്ബിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പ്രഖ്യാപിച്ചിട്ട് എൻ്റെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്ന് ഗീർവാണം മുഴക്കിയവർ എവിടെ പോയി? പോലീസ് സ്റ്റേഷനിൽ കയറ്റും, കോടതി കയറ്റുമെന്ന് മുജാഹിദ് ബാലുശ്ശേരി കുറേ തൊള്ളട്ടു. എന്തേ കയറ്റാത്ത PN അബ്ദുൽ ലത്തീഫ് മദനിയും അതുപോലെ TK അഷ്റഫും തൊള്ള പൊത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ തൽക്കാലം ഉണ്ടാകാതെ ഇരുന്നോ? കാരണം അതിനു വേണ്ടി കോടതി കയറ്റി കഴിഞ്ഞാൽ ചാനലിൻ്റെ മുമ്പിൽ വന്നാൽ സാജിദ് തിരങ്ങാടി നമ്മളെ പഴയ ക്ലിപ്പുകളൊക്കെ എടുത്തു വിടും, പല വീഡിയോസ് പലയിടത്തുണ്ടാവും. ഇതൊക്കെ നടന്നു എന്നുള്ളത് മുഴുവൻ സത്യമാവും. അവിടെ നമ്മൾ ആരും അവനക്ക് കാര്യമായിട്ട് മറുപടി പറയണ്ട എന്ന് പറഞ്ഞ് മൂലക്കൊക്കെ ആക്കാൻ നോക്കിയതാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് കേരളക്കരയിലും കേരളത്തിന് പുറത്തും അതുപോലെ വിദേശങ്ങളിലുള്ള ഒരുപാട് സെൻറ്ററുകളിലൊക്കെ ഈ ഹക്ക് എല്ലാവരും മനസ്സിലാക്കി അതിൻ്റെ മാറ്റങ്ങൾ അൽഹംദുലില്ലാഹ് പല ഭാഗങ്ങളിലുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് അർഹമായ പ്രതിഫലം എനിക്ക് നൽകട്ടെ. അതിൽ എൻ്റെ അടുത്ത് വന്ന പോരായ്മകളുണ്ടാവും, സബക്ക് ലിസാനുകളുണ്ടാവും. ചിലപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകളിൽ കൂടുതൽ പറഞ്ഞതുണ്ടാകാം, ചിലപ്പോൾ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പൊറുക്കലിനെ തേടുക എന്നതല്ലാതെ വേറെ അതിലൊരു മാർഗ്ഗമില്ല. പക്ഷേ ഈ പറഞ്ഞ സത്യങ്ങൾ അത് 100% യാഥാർത്ഥ്യമാണ്.
അതിനെ തമസ്കരിക്കാൻ ഒരിക്കലും പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഷിയാക്കൾക്കും സൂഫികൾക്കും സമസ്തക്കാർക്കും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഫളായിലുകൾ പറയുന്നിടത്ത് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടി മരണപ്പെട്ട സമയത്ത് സൂര്യന് ഗ്രഹണം ബാധിച്ചൊരു സമയമുണ്ടായി. സൂര്യഗ്രഹണവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരിച്ച സമയത്ത് ഈ മരണവും ഒരുമിച്ചായി. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, എന്താണ്, മുഹമ്മദ് നബിയുടെ കുട്ടി മരണപ്പെട്ടത് കൊണ്ട് സൂര്യൻ പോലും എന്ത് ചെയ്തു, ആ ദുഃഖത്തിൽ പങ്കുചേർന്നു എന്ന് പറഞ്ഞു. അത് വലിയ അബദ്ധവിശ്വാസമല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് ഓടിക്കയറി പറഞ്ഞു, യാ അയ്യുഹന്നാസേ സ്വഹാബത്തെ, മനുഷ്യരെ, ഇന്ന ശംസ വൽ ഖമറ ആയത്താൻ മിൻ ആയാത്തില്ല, സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾപ്പെട്ട ദൃഷ്ടാന്തം മാത്രമാണ്. ഒരിക്കലും ഒരാളുടെ ജനനം കൊണ്ടോ മരണം കൊണ്ടോ അതിനൊരു മാറ്റവും സംഭവിക്കൂല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പറയാവൂ എന്ന് വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്വഹാബത്തിനെ വിളിച്ചു പറഞ്ഞു, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം, മറിയമിൻ്റെ പുത്രൻ ഈസാ നബിയെ ക്രിസ്ത്യാനികൾ അതിരുവിട്ട് പ്രശംസിച്ച് പിഴച്ചു പോയതുപോലെ നിങ്ങൾ എന്നെ അതിരുവിട്ട് പ്രശംസിക്കരുത്. ഇന്നി അന അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹിൻ്റെ അടിമയാണ്, വ റസൂലുമാണ്. അതുകൊണ്ട് കൂലൂ, നിങ്ങൾ പറയണം, അബ്ദുല്ലാഹി വ റസൂൽ, അള്ളാഹിൻ്റെ അടിമയും റസൂലുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. 200-ൽ പരം നാമങ്ങൾ ഖുർആനിലും ഹദീസുകളിലും ചരിത്രഗ്രന്ഥങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അഹ്മദ് എന്ന പദം ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു ഹദീസിൻ്റെ വാചകത്തിൽ കാണാൻ കഴിയുമെന്ന്, ലി ഹംസത്തിൻ അസ്മാ, എനിക്ക് 5 നാമങ്ങളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിലുണ്ട്. അന മുഹമ്മദ്, അന അഹമ്മദ്, അനൽ മാഹി, ഞാൻ മുഹമ്മദാണ്, ഞാൻ അഹമ്മദാണ്, ഞാൻ മാഹിയാണ്. കണ്ടോ? അതേപോലെ അനൽ ഹാഷിർ, ഞാൻ ഹാഷിറാണ്. ഇതൊക്കെ എന്താണ് അർത്ഥം? ഇതെല്ലാം ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ പേരുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ വാനൽ ആഖിബ്, 5-ാമത്തെ പേരെന്താ? ആഖിബ് എന്നാണ് പര്യവസാനം എന്നാണ്. പ്രവാചകത്വത്തിൻ്റെ അവസാനത്തെ കണ്ണി എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു പേരാണെന്ത്? ആഖിബ്. ഇനി ഇവിടെ വേറെ രസമുണ്ട്. ഈ മാഹി, ആഖിബ്, അതേപോലെ തന്നെയുള്ള പല പേരുകളുണ്ടല്ലോ. ഇതെല്ലാം കോർവയായി ചേർത്തുകൊണ്ടാണ് ടുണീഷ്യയിലുള്ള മഗ്രിബ് എന്ന് പറയുന്ന പ്രദേശത്തുള്ള മുഹമ്മദ് ഇബ്രാഹിം നാസി എന്ന മനുഷ്യൻ ഹിജ്റ 800-ൽ നാരിയത്ത് സ്വലാത്ത് ഉണ്ടാക്കിയത്. അറിയോ? നാരിയത്ത് സ്വലാത്ത് ബുഖാരിയിലും അതുപോലെ മുസ്ലിമും ഒക്കെ വന്ന, ഖുർആനിലും വന്ന പദപ്രയോഗങ്ങൾ ഒരു മാലയിൽ മണികൾ ചേർക്കണമാതിരി ചേർത്തിണ്ടാക്കിയതാണ്. പക്ഷേ നമുക്കത് പറ്റൂല. എന്തുകൊണ്ട്? അത് ബിദ്അത്താണ്. അത് പച്ചയായ ശിർക്കൻ വിശ്വാസവുമാണ്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലി സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലദീ തൻഹല്ലു ബിൽ ഉഖദ് വതൻഫർജു ബിൽ ഖുറബ് വതുഖ്ലാ ബിൽ ഹവായിജ് എന്ന് പറഞ്ഞു ഓതുന്നുണ്ടല്ലോ. ആ നാരിയത്ത് സ്വലാത്ത് പച്ചയായ ശിർക്കൻ വിശ്വാസമാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ടാണ് എൻ്റെ കെട്ടിക്കുടി കഴിയുന്നത്, ആ റസൂലിനെ കൊണ്ടാണ് എൻ്റെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നത്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പേരാണെന്ത്? അനൽ മാഹി. എന്താ മാഹി എന്നാൽ മായ്ക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. ഹദീസിൽ ബുഖാരിയിൽ വന്ന പേരാണ് മാഹി. ഈ പദമാണ് നാരിയത്ത് സ്വലാത്തിലുള്ളത്. പക്ഷേ അതുകൊണ്ട് ഈ നാരിയത്ത് സ്വലാത്ത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പേരുകൾ ചേർത്ത് ഉണ്ടാക്കിയതായതുകൊണ്ട് അത് പുണ്യത്തോടു കൂടി ചെല്ലിയാൽ ബിദ്അത്താണ്. അതിൻ്റെ ആശയം വിശ്വസിച്ചാൽ ശിർക്ക് തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ ഈ ജിന്ന് വിഷയം ഫിത്തന ഉണ്ടാക്കിയതുപോലെ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ്റെ ആൾക്കാർ ഈ കേരളക്കരയിൽ നാരിയത്ത് സ്വലാത്തിൻ്റെ വിഷയത്തിൽ വിശ്വാസം ഉണ്ടാക്കിയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇസ്ലാമിക് പ്രസ്ഥാനത്തിലേക്ക് വന്ന നൂറുദ്ദീൻ അബ്ബാദ് ആരിമി അല്ലേ? ആ നൂറുദ്ദീൻ അബ്ബാദ് ആരിമി ഒരിക്കൽ പറഞ്ഞു, എന്ത്? നാരിയത്ത് സ്വലാത്തിൽ ശിർക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒരു ബോംബാട് പൊട്ടിച്ച് വലിയ ചർച്ചയായി. അദ്ദേഹം പറഞ്ഞു, അത് തെക്കൻ ഭാഗങ്ങളിൽ പുണ്യം പ്രതീക്ഷിച്ചു കൊണ്ട് ചെല്ലുന്നുണ്ട്, അത് കൂലിയും കിട്ടും. എന്താ കാരണം? അവിടെ ഒരു സ്വലാത്ത് നമ്മൾ ചെല്ലുന്ന പോലെ തന്നെ ഒരു സ്വലാത്ത് എന്ന നെയ്യത്തിലാണ് അവർ ചെയ്യുന്നത്. ഇത് ഉടനെ തന്നെ കേരളത്തിൽ മുജാഹിദീൻ പണ്ഡിതന്മാർ അന്ന് തന്നെ വളരെ ശക്തമായി എതിർക്കുകയും അതിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്തു, ഉള്ള ശബ്ദത്തെ. പക്ഷെ അതങ്ങനെ പൊന്തി വന്നു. അതിനെ എന്ത് ചെയ്തു? ഫൈസൽ മുസ്ലിയാർ സ്വീകരിച്ചു, സക്കരിയ സ്വലാഹി സ്വീകരിച്ചു, അബ്ദുൽ ജബ്ബാർ മൗലവി ഇസ്ലാം മാസികയിലെ ലേഖനം എഴുതിയ അബ്ദുൽ ജബ്ബാർ മൗലവി തുറക്കൽ, അദ്ദേഹം ജമിയത്തുൽ ഉലമയുടെ മീറ്റിങ്ങിൽ സക്കരിയ സ്വലാഹിനോട് പറഞ്ഞത്രേ, എന്ത്? നാരിയത്ത് സ്വലാത്ത് ആ പദങ്ങൾ ശിർക്കാണ് എന്ന് എന്നോട് വാദിക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ ഞാൻ പോലെ ഗണ്ണിക്കും. ഓ, ഭയങ്കര ഇൽമായിട്ട് സക്കരിയ സ്വലാഹി പറഞ്ഞാണ്. അള്ളാഹു അദ്ദേഹത്തിന് മാഫറത്ത് നൽകാൻ അള്ളാഹു കണക്കാക്കിയില്ലെങ്കിൽ മാഫറത്ത് നൽകട്ടെ. കാരണം അത്ര വലിയ അബദ്ധത്തിൽ അത് കൂടി. ഫൈസൽ മുസ്ലിയാർ എന്താ പറഞ്ഞത്? നാരിയത്ത് സ്വലാത്തിൽ ശിർക്കില്ല, അത്
ബിദ്അത്താണ്. പക്ഷെ അത് പിന്നെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ചിലവർ ചെല്ലി അവർക്ക് കൂലി കിട്ടും. അവസാനം ഷാർജയിൽ നിന്നല്ല, നമ്മളെ കുവൈത്തിൽ നിന്ന് ഒരു പടച്ചോൻ വിളിച്ച് പറഞ്ഞു എന്ത് അത് തിരുത്തണം. ഇവർക്ക് അങ്ങനെയുള്ളൂ. അള്ളാഹു റസൂലും പറഞ്ഞാലും ഇവർക്ക് തിരുത്തൂല. ഇവർ കുവൈത്തത്തെ പടച്ചോനും ഷാർജീത്തെ പടച്ചോനൊക്കെ പറയണം. അതാരാ? അവിടെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. വില പി എൽ അബ്ദുൽ ദീഫ് മദനി എന്ന വലിയ റയീസ് മൂപ്പര് വിളിച്ചു പറഞ്ഞു ഫൈസൽ മുസ്ലിയാർ തിരുത്തണം. അപ്പോൾ മൂപ്പര് പിറ്റേന്ന് തിരുത്തി. ഇങ്ങനെ ഇന്നും അതിൽ ചോദിച്ചാൽ ആ വിഷയത്തിൽ പൂർണ്ണമായിട്ട് നാരിയത്ത് സ്വലാത്ത് പൂർണ്ണമായും ഷിർക്കാണെന്ന് ചോദിച്ചാൽ അത് ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല. അങ്ങനത്തെ അബദ്ധാവസ്ഥയിലേക്ക് ഒരു എത്തി. അപ്പോൾ ഇവിടെ ഹദീസിൽ വന്ന പദപ്രയോഗങ്ങൾ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പുണ്യകരമാണ് എന്ന് നമ്മൾക്കൊരിക്കലും പറയാൻ പറ്റില്ല എന്ന് സന്ദർഭോചിതമായി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പേരാണെന്ത്? വഖദ് സമ്മാഹുല്ലാഹു റഹൂഫുർ റഹീമ. അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ ഖുർആനിൽ പറഞ്ഞാണത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? റഊഫും റഹീമുമാണ്. ഇത് അള്ളാഹിൻ്റെ പേരല്ലേ? പക്ഷേ ഇത് അള്ളാഹുവിൻ്റെ റസൂലിനാണ് ഈ പേര് വന്നത് അല്ലേ? അതെന്താണ്? 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 128-ാമത്തെ ആയത്ത്. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വിശുദ്ധ ഖുർആൻ പറഞ്ഞാണത് അല്ലേ? ആ റസൂലുള്ളാഹിയെ പറ്റി എന്താണ്? വിശ്വാസികളോട് അങ്ങേയറ്റം ദയാലുവും കരുണയുമുള്ള പ്രവാചകനാണ് അള്ളാഹു നിയോഗിച്ചത് എന്നാണ്. അപ്പോൾ നിങ്ങളിലേക്ക് നിയോഗിച്ച റസൂലിൻ്റെ ക്വാളിറ്റി പറഞ്ഞാണ് എന്താ? അങ്ങേയറ്റത്തെ കരുണയും അങ്ങേയറ്റത്തെ ദയാലുവുമാണ്. എന്നാൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല റഹീം റഊഫാണെന്ന് പറഞ്ഞാലോ അത് ഈ പറഞ്ഞ റഊഫ് റഹീം പോലെയാണോ? അല്ല, അതൊരിക്കലുമല്ല. ഇപ്പം നമ്മൾ മനുഷ്യരെ പറ്റി തന്നെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് സമീഉൻ ബസീർ അല്ലേ? വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും. ഭൂമിയിലേക്ക് നിങ്ങളെ ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് ഞാനാണ് പുറത്തു കൊണ്ടുവന്നത് അല്ലേ? വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ഷൈഅ. നിങ്ങൾക്ക് ഒന്നും അറിവില്ലാത്തൊരു കാലത്ത്. അതിൻ്റെ അവസാനത്തിൽ പറഞ്ഞെന്താണ്? അവർക്ക് കേൾവിയും കാഴ്ചയും അള്ളാഹു നൽകി. അവിടെയും എന്ത് പറയുന്നുണ്ട്? കേൾവിയും കാഴ്ചയും പറയുന്നുണ്ട്. മനുഷ്യനും കേൾക്കും, മനുഷ്യനും കാണും. അള്ളാഹും അതേപോലെ സമീ ആണ്, അള്ളീം ബസീറാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സമീഉം ബസീറും ആയതുപോലെയാണോ മനുഷ്യൻ്റെ സമീഉം ബസീറും എന്ന സിഫത്ത്? അല്ല. അതുപോലെ റഊഫുർ റഹീം എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിഫത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സിഫത്തുമായി ഒരിക്കലും ചേരൂല. കാരണം വലം യകുല്ലഹു കുഫുവൻ അഹദ്. അള്ളാഹു തആല പറഞ്ഞു കഴിഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തുല്യമായി ഒന്നും തന്നെ ഇല്ല, ആരും തന്നെ ഇല്ല. അതേപോലെ തന്നെ നബിയു തൗബ, ഞാൻ പശ്ചാത്താപത്തിൻ്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പശ്ചാത്താപത്തിൻ്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞാൽ പാപങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന പ്രവാചകൻ എന്ന അർത്ഥത്തിലല്ല. പക്ഷെ അതും ഇവിടെ പേഴ്ചിൽ ഇപ്പോൾ റബീഉൽ അവ്വൽ ആഘോഷത്തിൻ്റെ ആഘോഷ റാലിയിൽ ചെറിയ മക്കളും അതുപോലെ തന്നെയുള്ള ഇക്കാക്കമാരും മൂലയിരട്ടികളൊക്കെ ചെല്ലും. എന്താണ്? ഇർതകബതു അലൽ ഖാത غير عسر وعدد لك أشكو فيه يا سيدي خير النبي. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കയറി, അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. പാപം പൊറുക്കുന്ന റസൂലാണ്. റസൂലിനോട് കുമ്പസാരം നടത്തുക. ഈസാ നബി അലൈഹി സ്വലാമിനോട് ക്രിസ്ത്യാനികൾ കുമ്പസരിക്കുന്ന പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കുമ്പസരിക്കുകയാണ്. ഇതൊരിക്കലും ഈ അർത്ഥത്തിലല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു എന്ത് പറയുന്നത് വനബിയു തൗബ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നാം മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ഷറഫാക്കപ്പെട്ട അഷ്റഫുൽ ഖൽഖ് എന്ന് പറഞ്ഞ് എല്ലാ നിലക്കുമുള്ള ദർജ കൊടുത്ത ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാണിച്ച വിനയവും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തതും നമുക്ക് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരുന്നുണ്ട്. കാലിൽ നീര് വന്ന് ചോര കളർന്ന നീര് കെട്ടുമാറ് പിന്നെ കാലിൽ വന്നിട്ട് നിസ്കരിക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട താങ്കൾ എന്തിനാണ് പ്രവാചകരെ ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നത്? അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ? അഫലാ അകൂന അബ്ദൻ ശക്കൂറ, ഞാൻ അള്ളാഹുവിന് ഒരു നന്ദിയുള്ള അടിമയാകേണ്ട ആയിഷ എന്നാണ്. എല്ലാ ദൗത്യവും നിർവഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് നിസായിലെ 41-ാമത്തെ ആയത്ത് കേട്ട് കരഞ്ഞൊരു സംഭവമുണ്ട്. ഒരു സ്വഹാബി ഓതാൻ വേണ്ടി പറഞ്ഞു ഒരു സ്വഹാബിനോട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്വഹാബി പറഞ്ഞു, നബിയെ ഖുർആൻ ഞാൻ എന്തിനാ ഓതുന്നത്? നിങ്ങൾക്ക് തന്നെ ഇറക്കി കിട്ടിയതല്ലേ, നിങ്ങളത്ര മാധുര്യത്തിൽ ഓതാൻ നമുക്ക് കഴിയുമോ? ഇല്ല, പക്ഷെ എന്നാലും മറ്റൊരാളെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്, നീ ഓതി എന്ന് പറഞ്ഞു. അദ്ദേഹം ഓതി വന്നപ്പോൾ ഒരു ആയത്ത് ഓതി. അതേതാ? വകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഇനാ ബിക അലാ ഹൗലാഇ ഷഹീദാ
വകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്. ഓരോ സമുദായത്തിനും സാക്ഷിയായി ഓരോ പ്രവാചകന്മാരെയും, കുഴപ്പമില്ല വെള്ളം കൊടുക്കാം, മൈക്ക് കൂടെ കൊടുക്കണമെന്നില്ല, ഓരോ പ്രവാചകന്മാർക്കും സാക്ഷിയായി ഓരോ ജനതകൾക്കും സാക്ഷിയായി അതാത് കാലഘട്ടത്തിൽ പ്രവാചകന്മാരെ നാം ഹാജരാക്കും. വജിഇനാ ബിക അലാ ഹഉലാഇ ഷഹീദ. ഈ ഉമ്മത്തിന് സാക്ഷിയായി താങ്കളെ കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും നബിയെ താങ്കളുടെ അവസ്ഥ? ഈ ആയത്ത് ഓതിക്കഴിഞ്ഞപ്പോൾ ആ സ്വഹാബി പറയാണ്, ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി രോമങ്ങളിലൂടെ കണ്ണുനീര് ഉറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തേങ്ങി കരയായിരുന്നു എന്നാണ്. എല്ലാ ബാധകളും തീർത്ത് എന്ന് സ്വഹാബത്ത് ഏകസ്വരത്തിൽ പറഞ്ഞു അല്ലേ. അറഫയിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യമുണ്ട്, ഹൽ ബല്ലഅത്തുക്കും, ഞാൻ നിങ്ങൾക്ക് ഈ ഉത്തരവാദിത്വം എത്തിച്ചു തന്നില്ലയോ? ഏകസ്വരത്തിൽ ലക്ഷക്കണക്കിന് സ്വഹാബത്ത് പറഞ്ഞു, ബലായ റസൂലല്ലാഹ്, നബി എത്തിച്ചെന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഷഹദ് റബ്ബേ, നീ സാക്ഷിയാണ്. ഇത്ര വ്യക്തമായി അല്ലാഹു തആലയിലേക്ക് ഈ ദീൻ മുഴുവൻ മനുഷ്യരിലേക്ക് സമർപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും നാളെ ഈ ഉമ്മത്തിന് വേണ്ടി സാക്ഷിയായി താങ്കളെ കൊണ്ടുവന്നാലുള്ള അവസ്ഥ എന്താണെന്ന ചോദ്യത്തിന് മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കരയണം, നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് അത്രത്തോളം മനുഷ്യരുടെ കാര്യത്തിൽ ഈ ഉമ്മത്തിനോട് കരുണയുള്ള ഒരു മഹാവ്യക്തിത്വമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതാണ് റഊഫുർ റഹീം എന്ന ആ പദത്തിൻ്റെ ഉള്ളടക്കം എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുൻകാല വേദഗ്രന്ഥങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് പല പേരിലാണ്. മുത്തവക്കിൽ, ദൃഢ പിന്നെ മായി അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ പിന്നെ ബൈബിളിലൊക്കെ ഉണ്ട്, തൗറാത്തിലും ഇഞ്ചീലിലൊക്കെ പേര് ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ചില ഷറഫുകളുണ്ട്. ഖസായിസു നബി എന്നാണ് പറയുക. ഖസായിസു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം. ഖാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാത്രം അല്ലേ. അപ്പോൾ റസൂലിന് ഖാസായ, നബിക്ക് മാത്രമായ ഒരു കാര്യം പല സംഗതിയുണ്ട്. ഇപ്പോൾ 4 വിവാഹമാണ് ഒരു മുസ്ലിമായ ഒരാൾക്ക് അള്ളാഹു അനുവദിച്ചിട്ടുള്ളത്. ശറഅ് പ്രകാരം കൃത്യമായ നിബന്ധനകൾ പാലിച്ച 4 വിവാഹം കഴിക്കാം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 4-ൽ കൂടുതൽ വിവാഹം കഴിക്കാം, എത്രയും കഴിക്കാമെന്നാണ്. അതേപോലെ ഒരു പുരുഷന് ഉള്ളത് എന്താണ്? ഒരാണിൻ്റെ ശക്തിയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 30 പുരുഷന്മാരുടെ ശക്തിയാണ് അല്ലാഹു കൊടുത്തിട്ടുള്ളത്. എല്ലാ നിലക്കുമുള്ള ശക്തി, മാനസികമായ ശക്തിയാകട്ടെ, ശാരീരികമായിട്ട് ശക്തിയാകട്ടെ, മറ്റുള്ള എല്ലാ ശക്തികളും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ റസൂലിനെ പോലെ ആ ശക്തിയെയും ആ എല്ലാ നിലക്കുമുള്ള കഴിവിനെയും വിനയത്തോടുകൂടി നിയന്ത്രിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ മറ്റൊരാൾക്ക് കഴിഞ്ഞിട്ടുമില്ല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഖാസായ സിഫത്താണ് ഖാത്തമുൻ നബി. റസൂലുള്ളാഹി അന്ത്യപ്രവാചകൻ, ഇത് വേറൊരു നബിമാർക്കും ഇല്ലാത്തതാണ്. അതേപോലെ മനുഷ്യർക്കും ജിന്നുകൾക്കും വേണ്ടി നിയോഗിക്കപ്പെട്ടു എന്നതാണ് ഖുർആൻ എന്ന റസൂലിൻ്റെ ഗ്രന്ഥം, അല്ലാഹു തആല ഇറക്കിയ ഖുർആൻ ഗ്രന്ഥം. ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഒരു പ്രത്യേക ഭയം ശത്രുക്കൾക്കുണ്ടായിരുന്നു എന്ന് തന്നെ കാണാൻ കഴിയും. ശത്രുക്കൾക്ക് വെറുതെ ഒരു ഭയം നബിയെക്കുറിച്ചുണ്ടാവും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാത്രം അള്ളാഹു ഇട്ട് കൊടുത്തിട്ടുള്ള നിക്ഷേപിച്ചിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ വലിയ ജനം നാളെ മഹ്ശറിൽ കൊണ്ടുവരുന്നത് ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഏറ്റവും വലിയ ജനാവലി, ചക്രവാളം മുട്ടെ മനുഷ്യരുണ്ടാകും. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തസവ്വജുൽ വലൂദ വൽ വദൂദ്. തസവ്വജുൽ വലൂദ വൽ വദൂദ്, നിങ്ങൾ ധാരാളം പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുക, നല്ലോണം സ്നേഹിക്കുന്നവരെയും കഴിക്കുക. ധാരാളം പെണ്ണുങ്ങളെ പ്രസവിക്കുന്നവർ വിവാഹം കഴിക്കുന്നതാണ് എന്താ? എൻ്റെ ഉമ്മത്ത് ഇവിടെ വർദ്ധിക്കട്ടെ എന്ന അർത്ഥത്തിലാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായി പ്രത്യേകതയായി ഖുർആൻ എന്ന മുഅ്ജിസത്ത് എന്നും നിലനിൽക്കുന്ന ഗ്രന്ഥം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ ഉള്ളൂ. മറ്റുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും കാലഹരണപ്പെട്ടു പോയി. അതേപോലെ 7 ആകാശവും കടന്ന് അള്ളാഹുമായി സംസാരിച്ച ഒരേ ഒരു വ്യക്തിയുടെ ഏതാരാ? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തൂരി സീനയിൽ വെച്ചുകൊണ്ട് ഒരു മരത്തിൻ്റെ പിന്നിൽ നിന്ന് അല്ലാഹു തആല ശബ്ദം പുറപ്പെടുവിച്ച് സംസാരിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശവും കടന്ന് അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് എത്തി എന്ന് മാത്രമല്ല, ഫകാന കാബ ഖൗസൈൻ അല്ലേ, ഔ അദ്ന എന്ന് സൂറത്ത് നജ്മിൽ പറഞ്ഞില്ലേ. ആ കാബ ഖൗസൈൻ എവിടെയാണ്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പോലും പ്രവേശനമില്ലാത്ത സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോയ സ്ഥലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പോലും അവിടെ നിന്ന് പെർമിഷൻ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവന്ന് ഒരു പ്രകാശക്കോണിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞങ്ങൾ കയറിക്കോളും, ഇവിടെ അങ്ങോട്ട് എനിക്ക് പെർമിഷൻ ഇല്ല, നിങ്ങൾ അള്ളാഹുമായി മുനാജാത്ത് നടത്താൻ പോവുകയാണെന്നാണ്. ഈ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അപ്പോൾ ഈ സ്ഥലത്ത് വരെ മൊഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഇടപെട്ടു എന്നാണ് മൊയ്തീൻ മാലിക് പറയുന്നത്. അതാണ് വലിയ രസം. എവിടെ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന റഈസുൽ അംലാക്ക് റൂഹുൽ ഖുദുസ്, ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ പോലും കയറി പോകാൻ പറ്റാത്തവർക്ക് ആരുണ്ടായിരുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു എന്നാണ് മൗലിദിൽ പറയുന്നത്. സിദ്റത്തുൽ മൊഹിദ്ദീൻ ഷേഖ് ഉണ്ടായിരുന്നു എന്നാണ്. എന്താണ്? സിദ്റത്തുൽ മുൻതഹ
എന്നാ സ്ഥലത്തിന്ന് സിനഹർ നബിയാർക്ക് യർമാനമായോവർ. പ്രകാശത്തിൻ്റെ കോണിയിൽ റസൂൽ അങ്ങനെ കയറിപ്പോകുമായിരുന്നു. ഇവലെ മാലിക് പറഞ്ഞ കഥ എന്താരോ, പെട്ടെന്ന് റസൂലുള്ളാഹിയുടെ കാലൊന്ന് വൈദ്യുതി സ്ലിപ്പായി. നബി അതാ കിടക്കുന്ന താഴത്തേക്ക് വീഴാൻ പോയപ്പോൾ പെട്ടെന്നൊരു ഷോൾഡർ ഒരാൾ താങ്ങിക്കൊടുത്ത്. അപ്പോൾ ആരാണ് താങ്ങിക്കൊടുത്ത്? മൊയ്തീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന പേരക്കുട്ടി. യഥാർത്ഥ മൊയ്തീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി അല്ല കേട്ടോ. അദ്ദേഹത്തെ നമ്മൾ ആരും പരിഹസിക്കൂല, അദ്ദേഹത്തെ നമ്മൾ ഒരിക്കലും പുച്ഛിക്കൂല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ പിൽക്കാലത്ത് ചില ഖാദിരിയാക്കളും അതുപോലെ ചില കേരളത്തിലെ ചില ത്വരീഖത്തുകാർ കെട്ടിയുണ്ടാക്കിയ ഈ ബാണ്ട കിതാബാണ് സമസ്തക്കാർ ഖുർആനേക്കാൾ പോരിശയോടുകൂടി പ്രാധാന്യത്തോട് കണ്ടത്. ഖുർആനേക്കാൾ പോരിശയാന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല. എൻ്റെ വചനത്തെ ഫയ്യെന്ന് ചൊല്ലുകിൽ അപ്പോഴേ കൊല്ലുന്ന നഞ്ഞി ഞാൻ എന്നോവർ. മൊയ്തീമാരെ തെറ്റാന്ന് പറഞ്ഞാൽ സഡൻ ആക്ഷൻ, അപ്പം തന്നെ കൊല്ലും. അങ്ങനെ നമ്മളൊക്കെ ഇപ്പോൾ എത്ര വട്ടം കബറിൽ പോയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ അതേപോലെ തന്നെ എന്നുടെ ഏകൽ ഉടയവൻ തൻ്റെ ഏകൽ അകന്ന് ഞാൻ ചൊൽകില്ലാകും അതെന്നോവർ. അള്ള് ഞാൻ ഒന്നാണ്. അള്ള കുൻ ഫയക്കൂൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ കുൻ ഫയക്കൂൻ ഉണ്ടോ? അപ്പോൾ അതുപോലെയുള്ളതാണെന്നാ. മാത്രമല്ല വേദം വിളങ്ങി ഫറവാൻ മാടിത്താരെ വേദാന്തർ അവർ വായിൽ തുപ്പിക്കൊടുത്തോവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൂട്ടിപ്പിടിച്ചു. ഇഖ്റ എന്ന് പറഞ്ഞു, മാനക്കാരി എനിക്ക് വായിക്കാറില്ല, ജിബ്രീൽ അലൈഹി സ്വലാം ഓതി കൊടുത്തു എന്നാ. അതേപോലെ മൊയ്തീൻ അബ്ദുൽ ഖാദർ ജീലാനിയുടെ ഈ മദ്ഹ് പറയാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളെ ഖാലി മുഹമ്മദിൻ്റെ വായിൽ തുപ്പിക്കൊടുത്തിട്ടുണ്ട് എന്നാണ് കണ്ടോ. അപ്പോൾ ഖുർആൻ പോലെ വേദഗ്രന്ഥമാണെന്ന് അവലി പറയണത്. അപ്പോൾ ഇതിലെന്താ ഉള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാബ കൗസയിൽ വെച്ചുകൊണ്ട് കാല് വഴുതിയപ്പോൾ പേരക്കുട്ടി മൊയ്തീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ത് ചെയ്തു? സിനഹർ നബിയാർക്ക് ഏർമാനമായി. ഏർമാനം എന്ന് പറഞ്ഞാൽ എന്താ? പണ്ടത്തെ ആൾക്കാർ ഏർമാനം എന്ന് പറഞ്ഞാൽ കോണിക്ക പറയാം അല്ലേ? ഷോൾഡർ വെച്ച് കൊടുത്തു എന്നാണ്. അപ്പോൾ അതിന് ഇനി അടുത്ത സംഗതി എന്താ? അത് കൊടുത്തപ്പോൾ ഒരു വരം കൊടുത്തു. ഈ ഹൈന്ദവ പുരാണങ്ങളിലൊക്കെ കാണാം എന്ത് ചക്രം കൊടുക്കുക, ദണ്ട് കൊടുക്കുക അല്ലേ? ആ ദണ്ടട് വീശിയ ആ ലോകം ഒന്നായിട്ടൊന്ന് നശിക്കും. ഒരു മൂന്നാം കണ്ണ് തുറന്ന ഭൂമി പ്രപഞ്ചമൊക്കെ കത്തും എന്ന് പറഞ്ഞ പോലെ ഒരു മായാവി കഥയാണിത്. അതിൽ പറയാനുള്ള കേട്ടോളൂ. ചുമന്ത് നബി താമൈ കാബ കൗസൈനിയിൽ ചേർത്ത് ബർക്കത്ത് ബാങ്കിത്തേളിന്തോവർ. കാബ കൗസൈനിൽ വെച്ച് റസൂലുള്ളാഹിനെ ഷോൾഡർ താങ്ങി സഹായിച്ചത് കൊണ്ട് കറാമത്ത് വാങ്ങി നബി വരം കൊടുത്തു. എന്താ വരം കേട്ടോളൂ. എൻ പാദം നിൻ്റെ ചുമലിൽ നീ ബത്തേതാൽ എല്ലാ ഔലിയാക്കൾക്കുള്ള ഫീരടിയിൽ മകനെ നിൻ കാലുണ്ട് ഇല്ലെങ്കിൽ അയ്യോർക്ക് ബിലായത്ത് അതില്ലെന്ന് നബിയുല്ലാ ബിൻഡോവർ. ഈ മലവുല്ലായിലയിൽ വെച്ചുകൊണ്ട് കാബ ഹുസൈനിൽ വെച്ച് സിദ്റത്തുൽ മുൻതഹയിൽ വെച്ച് എന്നെ ഈ ഷോൾഡർ വെച്ച് സഹായിച്ചത് കൊണ്ട് ഈ എൻ്റെ കാൽപാദം, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാദം ആരുടെ ഷോൾഡറിലുണ്ട്? മൊയ്തീൻ അബ്ദുൽ ഖാദർ ജീലാനിയുടെ ഷോൾഡറിൽ തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിൻ്റെ കാൽപാദം ചവിട്ടാത്ത ഒരാൾ ഔലിയല്ല എന്ന്. അപ്പം ഈ അശ്റത്തുൽ മുബശ്ശിരീങ്ങളൊക്കെ ആരായി? ഓലൊക്കെ പറഞ്ഞ് നാളെ നരകത്ത് പോകുമ്പോൾ അല്ല റസൂലുള്ള സ്വർഗ്ഗത്തിലാലും പറഞ്ഞു ഓലൊക്കെ ഞാൻ അവിടെ എത്തുമ്പോൾ എന്താവും? അസ്താഫുറുല്ലാഹ്. എന്താവും അതൊക്കെ വിശ്വാസം? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി കഴിഞ്ഞിട്ടില്ല. ഇത് അത്ഭുതകരമായൊരു സംഗതിയായിട്ട് പറയും. ഇതിപ്പോൾ നടന്നത് എവിടെയാണ്? ഇസ്രാ മിറാജൊക്കെ നടന്നത് എവിടെയാണ്? ആലമുൽ ഗൈബിലെ സംഗതിയാണ്. ഖുദ്റത്തുൽ തഅസീറാത്ത പ്രാപഞ്ചിക പ്രതിഭാസത്തിന് അപ്പുറത്തുള്ള കാര്യമാണ്. അപ്പോൾ അത് ഭൂമിയിൽ വെച്ച് മൊയ്തീൻ അബ്ദുൽ ഖാദർ ജീലാനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തെളിയാണ് പോകുന്നത്. എവിടെ കേട്ടോളി. മാസം റമളാൻ അതൊന്നാം ഈ രവീനിൽ വളർന്ന് തെളിവാലേ ലങ്കി ഫീറന്തോവർ. പിറന്നപ്പോൾ രണ്ട് ചുമലിലും മാഹിയോർ പാദം പതിഞ്ഞ് കിടന്നിടൈ എന്നോവർ. മൊയ്തീൻ അബ്ദുൽ ഖാദർ ജീലാനിയുടെ ഉമ്മ പ്രസവിച്ചപ്പോൾ മൊയ്തീൻ അബ്ദുൽ ഖാദർ ജീലാനിൻ്റെ തോളിൽ എന്തുണ്ട്? റസൂലുള്ളാഹിയുടെ രണ്ട് കാലടയാളുണ്ട് കണ്ടങ്ങൾ. അപ്പോൾ അത് എങ്ങനെ ഇപ്പോൾ അത് കുട്ടിയാടിന് മുമ്പ് നടക്കണ്ടേ? ഈ ഷോൾഡറിൽ രണ്ട് കാലടയാളം പെറ്റപ്പളാണ് കണ്ടേ. അപ്പോൾ അത് പെർണീൻ്റെ മുമ്പ് ഭ്രൂണാണ്, അതിന് മുമ്പ് അണ്ടാണ്, അതിൻ്റെ മുമ്പ് ശൂന്യതയാണ്. ഖുർആൻ പറഞ്ഞാൽ അല്ലത്താലൽ ഇൻസാനി ഹീനുമിനെ ദഹരി നമ്മെക്കുൻ ചെയ്യാൻ മതക്കൂറാനാ. നിങ്ങൾ അഡ്രസ്സില്ലാത്തൊരു കാലം കഴിഞ്ഞ് പോയിക്കണെന്നാ. അപ്പോൾ മൊയ്തീൻ അബ്ദുൽ ഖാദർ ജീലാനിക്ക് അങ്ങനത്തെ ഒരു കാലമില്ലേ? അപ്പോൾ കുട്ടിയാടിന് മുമ്പ് അദ്ദേഹം കാബ കൗസയിൽ എങ്ങനെ താങ്ങിയത്? അത് ചിന്തിക്കാൻ പാടില്ല. ചിന്തിച്ച അപ്പം മുജാഹിദാവും. ചിന്തിച്ചപ്പം മുജാഹിദ കേട്ടിക്കളും തന്നെ മുണിങ്ങിയാലോ 110 സുന്നിയായി. ഇത് സുന്നിയല്ല, അതൊരു തരം ചന്നിയാണ്. ഇതിന് ഖുർആൻ്റെ സുന്നത്തിൻ്റെ ഈ തൈലട്ടൊന്നും ഇഞ്ഞ് ലേശ ഖുർആൻ്റെ സുന്നത്തിന് സുന്നാമാക്കി കൊടുത്ത് ഒന്ന് വൈറലാക്കിയെങ്കിൽ തന്നെ ഇതൊക്കെ നന്നാവുള്ളൂ. അതുകൊണ്ട് മൂല്യമാർക്ക് ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ ഇതിന് എന്തുണ്ടാവും? ദേഷ്യം ഉണ്ടാവും. പക്ഷേ ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. സീറത്തുൻ നബവിയ്യ എന്ന നമ്മുടെ വിഷയത്തിൻ്റെ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹസായിസുകൾ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായിട്ടുള്ള പ്രത്യേകതകൾ പറഞ്ഞെടുത്ത് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ 7 ആകാശവും കടന്ന്
കടന്നുപോയിട്ടുള്ള വ്യക്തിത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായുള്ള പ്രത്യേകതയാണ് അന സയ്യിദു ഉൽദി ആദം യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ആദം സന്തതികളുടെ മൊത്തം നേതാവാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പദവി വേറെ ആൾക്കുമില്ല. അതേപോലെ തന്നെ ഖബറിൽ നിന്ന് അന അവ്വലു മൻ യൻഷഖുൽ ഖബർ, ആദ്യമായി ഖബർ പിളർത്തി പുറത്തു വരുന്നത് ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യമായി സ്വർഗ്ഗത്തിൻ്റെ വാതിൽ തുറക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അങ്ങനെ തന്നെയാണ്. ഷഫാഅത്തുൽ കുബ്രയും അങ്ങനെയാണ്. നമ്മൾ പറഞ്ഞല്ലോ അവസാനത്തെ ശുപാർശ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായിട്ടുള്ള പദവിയാണ്. അതേപോലെ സിറാത്ത് പാലം ആദ്യമായി കടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അത് വേറെ ആർക്കും കിട്ടുന്നില്ല. ആദ്യമായി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന നമ്മൾ പറഞ്ഞു. അതേപോലെ അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ നേരെ ചുവട്ടിൽ സ്വർഗ്ഗത്തിലെ ഉന്നതമായൊരു ദറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല കൊടുക്കുന്നത്. വേറെ ഒരു അമ്പിയാക്കൾക്കുമില്ല, ഒരു സ്വാലിഹ്യങ്ങൾക്ക് ഔലിയാക്കൾക്കില്ല. അത് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ സീറയുടെ 3-ാം ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ഒരു അധ്യായത്തോടു കൂടി ഈ സീറയുടെ ആമുഖം കഴിയും. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ബാല്യവും അനാഥത്വവും പിന്നീടുള്ള വഹയും നുബുവത്തും അതുമായി ബന്ധപ്പെട്ട മക്ക ചരിത്രങ്ങളും ഒക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത നമ്മുടെ ദർസിൽ നമുക്ക് പരാമർശിക്കാവുന്നതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല യഥാർത്ഥ ദീനിനെ അതിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല സ്വീകാര്യമായ സ്രോതസ്സുകളിൽ നിന്ന് കേൾക്കുകയും അത് പഠിക്കുകയും പകർത്തുകയും അത് അറിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു വസല്ലമ തസ്ലീമൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.